ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 11. രാത്രി തന്റെ റൂമിന്റെ ബാൽക്കണിയിൽ സ്വിങ്ങിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുമ്പോൾ അവന്റെ മനം മുഴുവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു. എവിടെയോ കണ്ടു മണന്ന കണ്ണുകൾ. പക്ഷേ എവിടെ? അതുമാത്രം അവൻ ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. താൻ എന്തിനാണ് ഇന്ന് അവളോട് ഇത്രയും ദേഷ്യപ്പെട്ടത്? ജെയിംസ് അവളെ തെറ്റായ കണ്ണിലൂടെ നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നത്? അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? മാന്യമായ വസ്ത്രം തന്നെയാണ് അവൾ ധരിച്ചിരുന്നത്. പണിയെടുക്കുന്നതിനിടയ്ക്ക് എപ്പോഴോ സാരി തെന്നിമാറിയത് അറിയാതെ പോയതല്ലേ? അവളോടൊന്നും പറയണ്ട എന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ തന്റെ നിയന്ത്രണം തെറ്റിച്ചത് ജെയിംസിനെ പോലെ അവന്റെ കൂട്ടുകാരുടെയും തെറ്റായ രീതിയിലുള്ള നോട്ടം അവളിലേക്ക് ചെന്നപ്പോഴല്ലേ? പക്ഷേ ദേഷ്യത്തിൽ താൻ ചെയ്ത പ്രവൃത്തി ഒരു പെണ്ണായ അവൾക്ക് എന്ത് സങ്കടമുണ്ടാക്കി കാണും? എന്തിനാണ് ഓരോ തവണയും താൻ അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയില്ല. അവളെ നിറഞ്ഞ കണ്ണുകൾ ഓർമ്മ വരും തോറും അവന്റെ മനസ്സ് അസ്വസ്ഥമായി. ദേഷ്യവും സങ്കടവും കൂടി വന്നപ്പോൾ റൂമിൽ ചെന്ന് ഒരു കുപ്പി മദ്യം വെള്ളം ചേർക്കാതെ അകത്താക്കി. കുറച്ചു കഴിഞ്ഞതും ബോധം മറിഞ്ഞ് കട്ടിലേക്ക് അവൻ മറിഞ്ഞു വീണു. രാവിലെ വില്ലയിലേക്ക് നടക്കുമ്പോൾ ദേവുവിന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു. ഒരു ഭാഗത്ത് ജെയിംസ്, മറുഭാഗത്ത് ഡേവിഡ്. പക്ഷേ തനിക്ക് ജോലിക്ക് പോയേ ഒക്കൂ. തന്റെ അനിയത്തിമാരുടെ സ്വപ്നം സഫലമാകണമെങ്കിൽ ഒരുപാട് പണം സംഘടിപ്പിച്ചേ ഒക്കൂ. അമ്മുമോൾ അവളെ നന്നായി നോക്കണം. അതിന് താൻ പലതും സഹിക്കേണ്ടി വരും. എന്തിനേയും ധൈര്യത്തോടെ നേരിടണം. മനസ്സിൽ ഉറച്ച തീരുമാനത്തോടെ അവൾ മുന്നോട്ട് നടന്നു. ജെയിംസും കൂട്ടുകാരും പുറത്തേക്കും ഡേവിഡ് ഓഫീസിലേക്കും പോയി എന്നറിഞ്ഞതും ദേവുവിന് സമാധാനമായി. അവൾ അതേ സമാധാനത്തോടെ മേരി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ സഹായിച്ചു. ഡി അനു, നമുക്ക് പുറത്തേക്കൊന്നും പോയാലോ? കുറെ ആയില്ലേ നാട്ടിലേക്ക് വന്നിട്ട്? അഞ്ജുവിന്റെ ചോദ്യം കേട്ടതും അമ്മുവിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന അനു അവളെ തല ഉയർത്തി നോക്കി. ആഹാ, വേഗം ചെല്ല്. എന്നിട്ട് ചേച്ചിയമ്മയുടെ കയ്യിൽ നിന്നും കിട്ടുന്നത് വാങ്ങിവെച്ചോ. അതിന് ചേച്ചിയമ്മ അറിഞ്ഞാലല്ലേ? ഒരു ഇളിയോടെ അത് ചോദിച്ചതും അനു അവളെ കൂർപ്പിച്ചു നോക്കി. ദേ അഞ്ജു, വേണ്ടട്ടോ. നിനക്കെല്ലാം അറിയുന്നതല്ലേ. അവിടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അറിയാതെ നിനക്ക് എന്താ ഉണ്ടാവാന്ന്? ചേച്ചിയമ്മയുടെ ഈ രൂപമാറ്റം പോലും അവരെ ഭയന്നല്ലേ? നമ്മളായി അവർക്ക് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ അവസരം ഒരുക്കി കൊടുക്കരുത് അഞ്ജു. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഭയം കൊണ്ട് ചിലമ്പിച്ചിരുന്നു. ഹോ, എന്റെ പൊന്നനു, ഇത്രയും വലിയ നഗരത്തിൽ നമ്മളെ ആദ്യം തിരിച്ചറിയാനാണ്. നീ ഒന്ന് വാ പെണ്ണേ, നമുക്ക് ലൈബ്രറി പോയി ബുക്ക് എടുത്തിട്ട് വരാം. അഞ്ജു പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ ഭയം തോന്നിയെങ്കിലും ഭയക്കുന്ന പോലെ ആരും തങ്ങളെ തിരിച്ചറിയാൻ പോകുന്നില്ല എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അത്രയും നിർബന്ധമാണ്, നീ പൊയ്ക്കോ. ചേച്ചിയമ്മയെ ധിക്കരിക്കാൻ ഞാനില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിച്ചോളാം, അല്ലടി അമ്മു? അനു ചോദിച്ചതും അമ്മുമോൾ തന്റെ കൊച്ചരി പല്ലുകൾ കാണിച്ചു ചിരിച്ചു. അനുവും മഞ്ജുവും ഇരട്ടകളാണെങ്കിലും കാഴ്ചയിലും സ്വഭാവത്തിലും നേരെ വിപരീതമാണ്. അനു ഒരു തൊട്ടാവാടിയാണ്. ആരോടും അധികം സംസാരിക്കാതെ പതുങ്ങിയ സ്വഭാവമുള്ളവൾ. എന്നാൽ അഞ്ജു തനി കാന്താരി മുളകാണ്. എന്താടെ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് ചോദിക്കുന്ന പ്രകൃതം. ഒരു ടോപ്പും ജീൻസും ഇട്ട് അമ്മുവിനോടും അനുവിനോടും യാത്ര പറഞ്ഞ് ചെവിയിൽ ഹെഡ്സെറ്റും കുത്തി തിരികി പാട്ടും വെച്ച് അവൾ മുന്നോട്ട് നടന്നു. ഒന്ന് വേഗം പോ എന്റെ കിച്ചു. വൈകുന്നേരത്തെ പ്രസന്റേഷന് വേണ്ടി വെളുപ്പിന് വിളിച്ച് 8 മണി ആവുമ്പോഴേക്കും ഓഫീസിൽ ഹാജരാക്കാനാ ഡേവിഡ്സന്റെ ഓർഡർ. നീ കാനം ഇപ്പൊ തന്നെ ലേറ്റായി. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കിച്ചുവിനെ നോക്കി പല്ല് കടിച്ച് കിരൺ പറഞ്ഞതും അവനെ നോക്കി കിച്ചു വിളിച്ചു കാണിച്ചു. അവന്റെ ശ്രദ്ധ മാറിയ ആ നിമിഷത്തിൽ കാർ എന്തിലോ ഇടിക്കുകയും ഉറക്കെയുള്ള നിലവിളി ഉയരുകയും ചെയ്തു. അതേ നിമിഷം കിച്ചു ഭയന്നു വെട്ടിവിയർത്തു. വണ്ടി നിർത്തി കിച്ചു വേഗം പുറത്തേക്ക് ഇറങ്ങി. മറുഭാഗത്തുകൂടി കിരണും ഇറങ്ങി. ഉയരുന്ന നെഞ്ചിരിപ്പോടെ വണ്ടിക്ക് മുന്നിൽ നോക്കിയെങ്കിലും ആരെയും കാണാതെ കിച്ചു പകച്ചു നിന്നു. ഡോ! കലിപ്പിച്ചുള്ള വിളി കേട്ടതും ശബ്ദം കേട്ട ഭാഗത്തേക്ക് കിച്ചുവും കിരണും നോക്കി. റോഡിന് തൊട്ടപ്പുറത്തുള്ള പാടത്ത് ചെളിയിൽ പൊതിഞ്ഞ ഒരു രൂപം. കണ്ണൊഴിച്ച് ദേഹം മൊത്തം ചെളിയിൽ മുങ്ങിയിട്ടുണ്ട്. അവളുടെ കോലം കണ്ടതും മനസ്സിൽ അതുവരെ ഉണ്ടായ ടെൻഷൻ കുറയുകയും ആശ്വാസം നിറയുകയും ചെയ്തു.
പിന്നീട് അതൊരു പൊട്ടിച്ചിരിയായി മാറി. അത് കണ്ടതും അവൾക്ക് വിറഞ്ഞു കയറി. കിരൺ ദയനീയതയോടെ മുന്നിൽ കിടക്കുന്നവളെയും തന്റെ തൊട്ടടുത്ത് വയറും പൊത്തിപ്പിടിച്ചു നിന്ന് ചിരിക്കുന്ന കിച്ചുവിനെയും നോക്കി. ശേഷം മുന്നോട്ട് ചെന്ന് അവൾക്ക് നേരെ കൈ നീട്ടി. കിരണിനെയും അവൻ നീട്ടിപ്പിടിച്ച കൈയിലേക്കും അഞ്ചു നോക്കി. ഇടിയിൽ ചെളിയിലേക്കാണ് വീണതെങ്കിലും നടു ഇടിച്ചു വീണതിനാൽ അവൾക്ക് സ്വയം എഴുന്നേൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. നിവർത്തിയില്ലാതെ കിരണിന്റെ കൈയിലേക്ക് പിടിച്ച് അവൾ പതുക്കെ എഴുന്നേറ്റു. നടുവേദന കൊണ്ട് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും അവൾക്ക് സാധിക്കുന്നില്ല എന്ന് കണ്ടതും കിരണിന് സങ്കടം തോന്നി. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കിച്ചുവിനെ കാണുകെ അവന് ദേഷ്യവും തോന്നി. ഈ പൊട്ടനത് എന്തിനുള്ള പുറപ്പാടാണാവോ? അവന്റെ ഒടുക്കത്തൊരു ചിരി. പല്ല് കടിച്ച് കിരൺ മനസ്സിൽ പറഞ്ഞു. സോറി കുട്ടി, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. പെട്ടെന്നൊരു നിമിഷം ശ്രദ്ധ തെറ്റി. കുട്ടി വരൂ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ആവശ്യത്തിലധികം വിനയം കലർത്തി കിരൺ പറഞ്ഞു. കാരണം മുന്നിൽ നിൽക്കുന്നവൾ പ്രശ്നമുണ്ടാക്കിയാൽ നാട്ടുകാർ കയറി മേയുമെന്ന് അവനുറപ്പായിരുന്നു. കിച്ചുവിന്റെ ദേഷ്യത്തോടെ നോക്കി നിന്നിരുന്ന അഞ്ജു കിരണിന്റെ സംസാരം കേട്ടതും അവനെ തിരിഞ്ഞു നോക്കി. എന്തോ തെറ്റേറ്റു പറഞ്ഞ് സോറി പറഞ്ഞ അവനോട് ദേഷ്യപ്പെടാൻ അവൾക്ക് തോന്നിയില്ല. സാരില്ല, ഞാനും ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് നടന്നുകൊണ്ട് വണ്ടിയുടെ സൗണ്ട് കേട്ടിരുന്നില്ല. തെറ്റെന്റെ ഭാഗത്തുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ അത്രയും പറഞ്ഞ് അവൾ നോട്ടം അപ്പോഴും ചിരി പിടിച്ചു നിർത്താൻ കഷ്ടപ്പെടുന്ന കിച്ചുവിന് നേരെയാക്കി. ശേഷം അവന് നേരെ നടന്നു. ചിരി ഒരുവിധം അടക്കി തന്റെ കണ്ണു തുറന്ന കിച്ചു തന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് ഒരു നിമിഷം ഞെട്ടി. അടുത്ത നിമിഷം അവൻ എന്തെങ്കിലും ചെയ്യും മുന്നേ അഞ്ജു അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് തന്റെ മേത്തുള്ള ചളി അവന്റെ മേത്തേക്ക് നന്നായി വെച്ച് തേച്ചു കൊടുത്തു. അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് മുഖം അവനിലേക്ക് അടുപ്പിച്ച് തന്റെ കവൾ കൊണ്ട് അവന്റെ മുഖം മുഴുവൻ ചെളി തേക്കുമ്പോൾ അത്രയും നേരം അറപ്പോടെ കണ്ണടച്ച് നിന്നിരുന്നവൻ ഞെട്ടി കണ്ണു തുറന്നു. അവനിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. യാന്ത്രികമായി അവളിലേക്ക് കൂടുതൽ അവൻ ചേർന്നു നിന്നു. കൈ ഉയർത്തി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്താൻ തുടങ്ങിയതും അവൾ അവനെ തള്ളി മാറ്റിയതും ഒരുമിച്ചായിരുന്നു. അപ്പോഴാണ് താൻ എന്താണ് ചെയ്യാൻ പോയത് എന്ന ബോധം അവന് വന്നത്. കിരണും ആകെ പകച്ചു പോയിരുന്നു. എന്താടോ ചിരിക്കേണ്ടത്? എനിക്ക് താൻ ചിരിക്കടോ. അവന്റെ ഒടുക്കത്തൊരു ചിരി. അത്രയും പറഞ്ഞ് അവൾ അവന്റെ കാറിന്റെ ബോണറ്റിൽ കയറിയിരുന്ന് തന്റെ ദേഹത്തെ ചളി കുറെയൊക്കെ ആ വെള്ള കാറിലും വെച്ച് തേച്ചു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാറിന്റെ കോലം കണ്ടതും കിച്ചുവിന് ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൻ പാഞ്ഞു ചെന്ന് അഞ്ജുവിനെ കാറിന്റെ മുകളിൽ നിന്നും വലിച്ചിറക്കി കവളിൽ ആഞ്ഞടിച്ചു. അടിയുടെ ശക്തിയിൽ അഞ്ജു റോഡിലേക്ക് വീണുപോയിരുന്നു. കളി കാര്യമായി എന്ന് കണ്ടതും കിരൺ ഓടി വന്ന് കിച്ചുവിനെ പിടിച്ചു വെച്ചു. ഈ കാറിന്റെയും എന്റെ ഡ്രസ്സിന്റെയും ഒക്കെ വില നിനക്ക് അറിയോടി? എങ്ങനെ അറിയാനാണ്? നിന്നെ പോലെ ദരിദ്രവാസികൾക്കൊക്കെ സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല. ഇത്രയും വിലയുള്ള സാധനങ്ങളൊന്നും അവൾ ചെളി തേച്ച് വെച്ചിരിക്കുന്നു. അല്ലെങ്കിലും നിന്നെ പോലുള്ള ലോ ക്ലാസ്സിൽ നിന്നും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കേണ്ടു. കിച്ചുവിന്റെ വാക്കുകൾ അഞ്ജുവിനെ ഒരുപാട് വേദനിപ്പിച്ചു. കവളിൽ കിട്ടിയ അടിയേക്കാളും ശക്തിയുണ്ടായിരുന്നു അവന്റെ വാക്കുകൾക്ക്. അപ്പോഴാണ് അവൾ സ്വന്തം നിലയെപ്പറ്റി ആലോചിച്ചത്. സത്യമാണ് അവൻ പറഞ്ഞ ഓരോ വാക്കുകളും. തെറ്റ് ചെയ്ത് മാപ്പ് പറയുന്നതിന് പകരം കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം വന്ന് ചെയ്തു പോയതാണ്. ഈ കാർ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കാൻ പോലുമുള്ള പൈസ തന്റെ കയ്യിലില്ല. അത്രയ്ക്കും വില കൂടിയ കാറാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ചെയ്തതത്രയും തെറ്റായി പോയി എന്ന കുറ്റബോധം അവളിലുണ്ടായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനെ മുഖമുയർത്തി നോക്കുവാൻ പോലും അവൾക്ക് സാധിച്ചില്ല. അവൾ പതിയെ വീണ്ടെടുത്തു നിന്നും എഴുന്നേറ്റ് നിന്നു. അപ്പോഴും കിച്ചു നിർത്താതെ അവളെ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. കിരൺ അവനെ ബലമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോറി. ഇടറിയ ശബ്ദം കേട്ടതും കിച്ചുവും കിരണും അവളെ നോക്കി. തങ്ങളെ നോക്കി നിറ കണ്ണുകളോടെ നിൽക്കുന്നവളെ കണ്ടതും കിരണിന് സഹതാപം തോന്നി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനിലും അസ്വസ്ഥതയുണ്ടാക്കി. അത്രയും നേരമുണ്ടായിരുന്ന ദേഷ്യം എങ്ങോട്ടോ പോയി മറഞ്ഞു. സർ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒരു ദരിദ്രവാസി തന്നെയാണ്.
നിങ്ങളുടെ അത്ര പണമോ പത്രസോ എനിക്കില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാ. സ്വന്തം നില മറന്നു ഞാൻ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. സോറി അഗെയിൻ. സംസാരിക്കുമ്പോൾ പലയിടത്തും സങ്കടത്താൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞു. കിച്ചുവിനും കിരണിനും എന്തെങ്കിലും പറയുവാൻ കഴിയുന്നതിന് മുന്നേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. ഛേ! കിച്ചു കാറിന്റെ ബോണറ്റിൽ ആഞ്ഞിടിച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു സമയം അങ്ങനെ തന്നെ ഇരുന്നു അവൻ. മനസ്സൊന്ന് ശാന്തമായതും കണ്ണുകൾ തുറന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ തന്റെ അടുത്ത് കിരൺ ഇരിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ പുറത്തേക്ക് നോക്കി. റോഡിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കിരണിനെ കണ്ടതും അവന്റെ മുഖം സംശയത്താൽ ചുരുങ്ങി. അവൻ വേഗം വണ്ടി മുന്നോട്ടെടുത്ത് കിരണിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി പുറത്തേക്ക് ഇറങ്ങി. ഡാ, നിനക്കെന്താ ഭ്രാന്തായോ നടന്നു പോകാൻ? കിച്ചുവിന്റെ ചോദ്യത്തെ പാടെ അവഗണിച്ച് കിരൺ മുന്നോട്ട് നടന്നു. ഡാ നിക്കടാ, നീ എന്തേ കാണിക്കുന്നേ? കാറിൽ കയറ്, നമുക്ക് ഓഫീസിൽ പോകണ്ടേ? നടക്കുന്നവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി ചോദിച്ചതും കിരൺ അവന്റെ കൈ തട്ടിമാറ്റി. കിരണിന്റെ പ്രവൃത്തിയിൽ കിച്ചു പകച്ചു നിന്നു. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും അവന് ചെറുതായി പേടി തോന്നി തുടങ്ങി. കാരണം ദേവിക്കും കിച്ചുവിനും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ്. എന്നാൽ കിരൺ അങ്ങനെയല്ല. അവന് പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല. വന്നാൽ അവനെ തണുപ്പിക്കാൻ ആരെ കൊണ്ട് സാധിക്കുകയുമില്ല. കാറിൽ കയറാനോ? ഞാനോ? ഇല്ല കിച്ചു, ഞാൻ കയറില്ല. അതിൽ കയറാനുള്ള യോഗ്യത എനിക്കില്ല. അവന്റെ വാക്കുകൾ കിച്ചുവിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഡാ കിരൺ, എന്തൊക്കെയാണ് നീ പറയുന്നേ? നീ എന്റെ ഫ്രണ്ട് അല്ലേ? എന്റെ കാർ നിന്റെയല്ലേ? പിന്നെ എന്ത് യോഗ്യതയുടെ കാര്യമാടാ നീ പറയുന്നേ? അങ്ങനെ തന്നെയാ ഞാനും കരുതിയിരുന്നേ. പക്ഷേ എന്റെ ധാരണ തെറ്റായിരുന്നെന്ന് നീ ഇന്ന് തെളിയിച്ചു. കുറച്ചു മുന്നേ നീ ഒരു പെണ്ണിനെ അപമാനിച്ചു വിട്ടില്ലേ? അപ്പോഴാണ് എനിക്ക് എന്റെ വില മനസ്സിലായത്. കിരൺ പറഞ്ഞതും കിച്ചു ഞെട്ടി അവനെ നോക്കി. നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനും ആ കുട്ടിയെ പോലെ ലോ ക്ലാസ് ആണടാ. ഒരു ദരിദ്രവാസി. ഒരുപാട് കഷ്ടപ്പെട്ട് അറിഞ്ഞു തന്നെയാ വളർന്നത്. ഇച്ചായൻ ഒരു ജോലി തന്ന് സഹായിച്ചതിന് ശേഷമാ ഞാനും എന്റെ കുടുംബവും മര്യാദയ്ക്ക് ജീവിച്ചു തുടങ്ങിയത്. ഇച്ചായനെ പോലെയോ നിന്നെ പോലെയോ ഞാൻ കാശുകാരനല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. നിന്റെ ഭാഷയിൽ പറഞ്ഞ ലോ ക്ലാസ്. അങ്ങനെയുള്ള ഞാൻ നിന്റെ വില കൂടിയ കാറിൽ കയറിയാൽ ശരിയാവില്ല കിച്ചു. കിരൺ പറഞ്ഞതും വല്ലാത്തൊരു പകപ്പോടെ കിച്ചു അവനെ നോക്കി. ഇങ്ങനെ അപമാനിക്കാൻ മാത്രം എന്ത് തെറ്റാണടാ ആ കുട്ടി നിന്നോട് ചെയ്തത്? ഇവിടെ നടന്ന കാര്യത്തിൽ നമ്മുടെ ഭാഗത്തും അവളുടെ ഭാഗത്തും തെറ്റുണ്ട്. അത് മനസ്സിലായതും ഞാൻ മാപ്പ് പറഞ്ഞപ്പോൾ അവളും അവളെ തെറ്റ് ഏറ്റു പറഞ്ഞു. അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നീ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരാൾക്ക് ഒരു വീഴ്ച പറ്റുമ്പോൾ അയാളെ രക്ഷിക്കുന്നതിന് പകരം നീ എന്താ ചെയ്തത്? അയാളെ കളിയാക്കി ചിരിച്ചു. അത് അവളിൽ ദേഷ്യമുണ്ടാക്കി. പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ട് അവളുടെ പ്രതികരണവും അങ്ങനെ തന്നെയായി. നിന്റെ കാറിലും ഡ്രസ്സിലുമായ ചെളി കുറച്ച് വെള്ളം ഒഴിച്ചാൽ പോകാവുന്നതേ ഉള്ളൂ കിച്ചു. പക്ഷേ നിന്റെ വാക്കുകൾ കൊണ്ട് ആ പാവം പെണ്ണിന്റെ മനസ്സിലുണ്ടായ മുറിവും അപമാനവും ഒരിക്കലും കഴുകിക്കളയാൻ സാധിക്കില്ല. ഒരാളെ ഒരിക്കലും പണം വെച്ച് അളക്കരുത് കിച്ചു. നീ ആ കുട്ടിയുടെ കണ്ണുനീര് കണ്ടോ? വരും ദിവസങ്ങളിൽ ആ കണ്ണുന്ന് നിന്റെ സ്വസ്ഥത കളയാൻ ഇടയാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അത്രയും പറഞ്ഞ് കിരൺ മുന്നോട്ട് നടന്നു. കിരണിന്റെ വാക്കുകൾ കേട്ട് അവിടെ തന്നെ തടഞ്ഞു നിന്നുപോയി കിച്ചു.